മൈ കോൺട്രാക്ട് വൈഫ് കോളിംഗ് എന്ന് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നത് കാണെ ഗൗരവം നിറഞ്ഞ വൈഭവിൻ്റെ മുഖം ഒന്ന് വിടർന്നു. ഹലോ, ഉറങ്ങിയായിരുന്നോ? വൈഭവ് ഫോൺ എടുത്തതും തീരെ പതിയെ മറുപുറത്തുനിന്ന് ശിവയുടെ ചോദ്യമെത്തി. ഉറങ്ങിയെങ്കിൽ ഞാനിപ്പോൾ ഈ കോൾ എടുക്കുവോ? ഗൗരവം ലേശം പോലും കുറയ്ക്കാതെ അവൻ ചോദിച്ചതും ശിവയുടെ ചുണ്ടുകൾ താന്നു. പെട്ടെന്ന് അപ്പുറം മൗനമായപ്പോൾ വൈഭവിന് മനസ്സിലായി പെണ്ണിന് സങ്കടമായെന്ന്. എന്തിനാ വിളിച്ചേ? വല്യേട്ടൻ ഓക്കെയാണോ എന്നറിയാനാ. മുറിയിൽ കൊണ്ട് കിടത്തിയിട്ടാ ഞാൻ തിരിച്ച് റൂമിൽ വന്നേ. ശിവ ചോദിച്ചതിന് വീണ്ടും രണ്ടു വരിയിൽ അവൻ ഉത്തരം പറഞ്ഞത് കേട്ടതും ശിവ ഒന്ന് മൂളി. അച്ഛൻ എന്നോട് മിണ്ടുന്നില്ല. ഞാൻ അടുത്തു പോയപ്പോൾ ഒന്നും എന്നെ നോക്കിയതുപോലുമില്ല. എനിക്ക് വല്ലാതെ സങ്കടം വന്നു ഡോക്ടറെ. കുറച്ചു നേരം കഴിഞ്ഞതും മൂക്കൊന്ന് വലിച്ചുവിട്ട് ഏങ്ങലോടെ ശിവ പറഞ്ഞു. അത് കേൾക്കെ ചിരി വന്നു വൈഭവിന്. കുഞ്ഞു കുട്ടികൾ ആരെയും പിണങ്ങി എന്നും പറഞ്ഞ് പരാതി പറയും പോലെ അവന് തോന്നി. അല്ല, അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? വൈഭവിൻ്റെ ചുണ്ടിൽ കുറുമ്പ് നിറഞ്ഞു. അവൻ തൻ്റെ ആസ്ഥാന ഗൗരവത്തിൽ പെണ്ണിനോട് ചോദിച്ചതും ശിവയുടെ ടെമ്പർ തെറ്റാൻ തുടങ്ങി. നിങ്ങൾ വല്ലതും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോ? ഒന്ന് ആശ്വസിപ്പിച്ചൂടെ എന്നെ? രണ്ട് നല്ല വാക്ക് പറഞ്ഞെന്ന് വെച്ച് വായിലെ പല്ലൊന്നും പോവില്ലല്ലോ, അരിശത്തോടെ ശിവ പറഞ്ഞു. അവളുടെ സംഭാഷണത്തിൽ വരുന്ന ചേഞ്ച് കേൾക്കി വൈഭവിൽ കുറുമ്പേറാൻ തുടങ്ങി. ഒരു കൈ മടക്കി തലയ്ക്ക് പിറകിലേക്ക് വെച്ച് ബെഡ് സെറ്റിലേക്ക് ചാരി കിടന്നവൻ ചിരിയോടെ തൻ്റെ കീഴ്ചുണ്ടൊന്ന് കടിച്ചു. ഡോ, തൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാനുള്ളതല്ലേ ഞാൻ? ഒന്നാതെ ഞാൻ നല്ല ടയേർഡാണ്. പിന്നെ ഈ ടൈം, ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടൈമാണ്. ഇപ്പോൾ ഞാൻ തന്നോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇമ്പോർട്ടൻ്റായ പല കാൾസും എനിക്ക് മിസ് ചെയ്യും. സോ, ചുണ്ടിൽ പിരിഞ്ഞ കുസൃതിയോടെ ഗൗരവമാർന്ന് അവൻ്റെ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞത്. ഓഹോ, അപ്പോൾ അത് പറഞ്ഞാൽ പോരെ? നട്ടപ്പാതിരയ്ക്ക് തനിക്ക് ഫോണിൽ കൂടി ശൃംഗരിക്കാനുള്ള സമയമാണ് ഇതെന്ന് ഞാൻ ഓർത്തില്ല. ചേട്ടനോട് വലിയ സ്നേഹമാണ്, ഭ്രാന്താണെന്ന് ഒക്കെ പറഞ്ഞപ്പോൾ അവരുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും സിൻസിയറിറ്റി ഉണ്ടെന്ന് ഞാൻ ഓർത്തു. അതാ നേരം കെട്ട നേരത്ത് ഞാൻ വിളിച്ച്. സോറി, കാമദേവനാണെന്നുള്ളത് ഞാൻ മറന്നു. വൈഭവിൻ്റെ പറച്ചിലിൽ തികട്ടി വന്ന ദേഷ്യത്തിൽ അവനോട് ഉറഞ്ഞു തുള്ളി പറഞ്ഞു ശിവ. അവസാനത്തെ വാചകം ഇച്ചിരി പയ്യാണ് പെണ്ണ് പറഞ്ഞതെങ്കിലും പെണ്ണിൻ്റെ മുറുമുറുപ്പ് വൈഭവ് നന്നായി കേട്ടു. അവൻ്റെ ചുണ്ടിലെ ചിരി ഒന്നുകൂടി വിരി. ചിവിടിനെ പോലെ നിന്ന് ചിലയ്ക്കാതെ ഫോൺ വെച്ചിട്ട് പോ പെണ്ണെ. നിനക്ക് മിണ്ടാൻ ആരുമില്ലെന്ന് പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറണ്ട. വൈഭവ് മഹേന്ദ്രന് വേണ്ടി കാത്തിരിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. അവളെ ഒന്നുകൂടി കൊഴുപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു വൈഭവ്. എനിക്ക് മിണ്ടാൻ ആരുമില്ലെന്ന് നിങ്ങളോട് ആരോടാ പറഞ്ഞേ? എനിക്ക് മിണ്ടാനും ഇവിടെ കുറേ പേരുണ്ട്. അവരെയൊന്നും ഞാൻ തന്നെ പോലെ കാശ് കൊടുത്ത് വാങ്ങിയതല്ല, കേട്ടല്ലോ. ഞാൻ കുറച്ചൊന്ന് താന്നൂന്ന് കരുതി എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. കോൺട്രാക്ട് വൈഫിലെ ആ കോൺട്രാക്ട് മാറ്റിയാൽ ശിവാമി ഇപ്പോഴും വൈഭവിൻ്റെ ഭാര്യ തന്നെയാ. അതോർത്തോ ഡോക്ടറെ താൻ? കലിപ്പിൽ അവനോട് അത്രയും കൂടി പറഞ്ഞിട്ട് ശിവ കോൾ കട്ട് ചെയ്തു. വൈഭവ് പൊട്ടിച്ചിരിച്ചുപോയി. മനസ്സ് നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഒരു ചിരി. കാലൻ, അയാൾ എന്നാ പറഞ്ഞേ? എനിക്ക് മിണ്ടാൻ ആരുമില്ലെന്നോ? എനിക്ക് മിണ്ടാൻ എൻ്റെ അച്ഛൻ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണോ ഞാൻ ആ പെണ്ണുപിടിയനെ ഇപ്പോൾ വിളിക്കാൻ പോയത്? ഈ സമയത്ത് വിളിക്കാൻ ആളുണ്ടത്രേ. അത് അങ്ങേരുടെ മറ്റവളാകും, അന്ന് തേച്ചിട്ടേച്ചു പോയ ആ സാധനം. അല്ലാതെ ഈ കാലിനെയൊക്കെ ഞാനല്ലാതെ വേറെ ഏതെങ്കിലും അവളുമാരെ ഓർത്തിരിക്കുവോ? ചുവന്ന് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അരിശത്തിൽ പറഞ്ഞുകൊണ്ട് ശിവ സേതുവിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. കാലുകളിൽ ഒരു പിടുത്തം മറിഞ്ഞതും ചാരു കസേരയിൽ കണ്ണുകൾ അടച്ചു കിടന്ന സേതു ഞെട്ടലോടെ ഉണർന്നു. താഴോട്ട് നോക്കിയതും കണ്ടു തൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് തലചായ്ച്ചു വെച്ച് കിടക്കുന്ന ശിവയെ. സേതുവിൻ്റെ ചുണ്ടൊന്ന് വിടർന്നു. അച്ചയുടെ മോള് എന്നാ ഇവിടെ കിടക്കുന്നേ? ഉറങ്ങിയില്ലേ? മുഖത്ത് നിറഞ്ഞ ചിരിയോടെ അയാൾ പതിയെ കുനിഞ്ഞു ഇരു കൈകൾ കൊണ്ടും അവളെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഉറങ്ങിയെങ്കിൽ ഇവിടെ കിടക്കുമോ ഞാൻ? കണ്ണുകൾ തുറക്കാതെ തന്നെ അതേ ഇരിപ്പിലിരുന്ന് ശിവ ചോദിച്ചു. ഓ, ദേഷ്യമാണോ? അതെ, അച്ഛന് മാത്രമല്ല എനിക്കും ദേഷ്യപ്പെടാൻ അറിയാം. അയാൾ ചോദിച്ചതിന് ഒട്ടും വിട്ടുകൊടുക്കാതെ ശിവയുടെ ഉത്തരം വന്നു. സേതു ചിരിയോടെ അവളെ പൊക്കിയതും ശിവ അയാളുടെ മടിയിലേക്ക് ഇരുന്ന് ആ നെഞ്ചിൽ ചാഞ്ഞു. അയാളുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ അനി പറഞ്ഞതും പിന്നെ വൈഭവ് വഴി അവൾ അറിഞ്ഞ അനിയുടെ പിന്നീടുള്ള അവസ്ഥയും അങ്ങനെ അവൾക്കറിയാവുന്നതെല്ലാം അയാളോട് പറഞ്ഞു. അനിയേട്ടൻ്റെ ന്യായമോ പശ്ചാത്താപമോ ഞാനൊന്നും നോക്കിയില്ല അച്ഛേ. ചിത്തുവിൻ്റെ വേദന അത് ഇനിയെങ്കിലും ഒന്ന് മാറേണ്ടേ അച്ഛേ? അവൾക്കും ഒരു ജീവിതം വേണ്ടേ? അത്രേ ഞാനപ്പോൾ ഓർത്തുള്ളൂ. അച്ഛനോട് എല്ലാം പറയാൻ വേണ്ടി ഇരുന്നതാ. പക്ഷേ അതിനു മുന്നേ ഏട്ടൻ ഇവിടെ വന്ന് ഇങ്ങനൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കുമെന്ന് ഓർത്തില്ല. ശിവ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു സേതു. തിരിച്ചൊന്നും പറഞ്ഞില്ല. അന്നും ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു, ചിത്തു എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പമേ ഞാൻ നിൽക്കൂ എന്ന്. അവൾക്ക് വേണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. അതല്ലേ നല്ലത്? അയാൾക്ക് നേരെ നോക്കി ശിവ ചോദിച്ചതും ഒന്നും മൂളി സേതു. ചിത്തു തീരുമാനിക്കട്ടെ, അത്രയും മാത്രം പറഞ്ഞു. ശിവ ഒന്നും മിണ്ടാതെ സേതുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അല്ല, നേരത്തെ ഈ മുറിയിൽ നിന്നൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതല്ലേ? പിന്നെ എന്തു പറ്റി ഇങ്ങോട്ട് തിരിച്ചു വരാൻ? കുറച്ചു നേരം കഴിഞ്ഞതും സേതു ചോദിച്ചു. അപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് വൈഭവായിരുന്നു. അങ്ങേരിട്ട് മൂപ്പിച്ചത് കൊണ്ടാ താനിപ്പോൾ അച്ചയുടെ അടുത്തേക്ക് ഓടി വന്നത് എന്നവൾ ഓർത്തു.
തൻ്റെ മൈൻഡ് ഡൈവേർട്ടാക്കാനാണ് ആ കള്ള ഡോക്ടർ അങ്ങനെ പറഞ്ഞത് ഓർത്തതും പെണ്ണിൻ്റെ മുഖത്തൊരു കുഞ്ഞു ചിരി രൂപപ്പെട്ടു. ചുണ്ടിലെ ആ ചിരി തന്നെ തൻ്റെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് പതിച്ചു ശിവ. അപ്പോൾ ആ മുറിക്ക് പുറത്തുനിന്ന് ശിവയുടെയും സേതുവിൻ്റെയും സംസാരം എല്ലാം കേട്ടു ചൈത്ര തിരികെ തൻ്റെ റൂമിലേക്ക് നടങ്ങുമ്പോൾ നിറഞ്ഞു തുളുമ്പിയ അവളുടെ കണ്ണുകൾ തുടയ്ക്കുന്നതിനൊപ്പം ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനവും അവളെടുത്തിരുന്നു. വൈഭവ് കുളി കഴിഞ്ഞു ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങുമ്പോൾ അവനുള്ള കോഫിയും കൊണ്ട് വാമിക എത്തിയിരുന്നു. വൃന്ദചേച്ചി പണിക്കരെ കാണാൻ പോയിരിക്കുക. അമ്മയുടെ കയ്യിൽ നിന്ന് അനിയുടെ ജാതകമൊക്കെ വാങ്ങിക്കൊണ്ടാ പോയേക്കുന്നത്. കോഫി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവന് മനസ്സിലാകും പോലെ കൈകൾ കൊണ്ട് പറഞ്ഞു വാമിക. അവൻ ഗൗരവത്തിലൊന്നും മൂളി. അമ്മായി എന്തു തന്നെ കാണിച്ചാലും അത് നടക്കാൻ പോകുന്നില്ലെന്ന് അവന് നന്നായി അറിയാം. 2 ദിവസമായി മോള് പോയിട്ട്. ഇന്ന് പോയി കൂട്ടിക്കൊണ്ടു വരണം നീ എൻ്റെ കുട്ടിയെ, കേട്ടോ? തിരികെ പോകും മുന്നേ അവനോട് കണ്ണുകൾ കൊണ്ട് മൊഴിഞ്ഞു വാമി. ആ അമ്മ ശിവയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവിൻ്റെ ചുണ്ടൊന്നു വിടർന്നു. ഞാൻ ഇന്ന് വിളിച്ചുകൊണ്ട് വരാം, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ കോഫി കുടിക്കാൻ തുടങ്ങി. വാമിക തിരിച്ചു പോകാനായി തുടങ്ങിയതും പെട്ടെന്ന് അവിടെ ടേബിളിൽ തുറന്നു വെച്ചിരുന്ന ഫയലിൽ ഒരു ഫോട്ടോ അവരുടെ കണ്ണിൽപ്പെട്ടു. ആ ഫോട്ടോയിലെ ആളെ കണ്ടതും വാമികയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. എം ശിവദാസ്, MA ലിറ്ററേച്ചർ. ആ പേരുകളിൽ കൂടി കണ്ണോടിച്ചവളുടെ ഉള്ളിൽ നിന്നൊരു പിടച്ചിലുണ്ടായി. എന്തിനാണെന്നറിയാതെ പിടയ്ക്കുന്ന കണ്ണുകളോടെ വാമിക ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. വിരിഞ്ഞ നെറ്റിയും കട്ടിമീശയുമായി ചിരിയോടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ മുഖം അത് കൊണ്ടു നിന്നത് വാമിയുടെ ഹൃദയത്തിലാണ്. അപ്പമ്മേ, തോളിൽ തട്ടി വൈഭവ് വിളിച്ചതും സ്വപ്നത്തിൽ നിന്ന് ഉണരും പോലെ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി വാമിക. വാട്ട് ഹാപ്പൻഡ്? അവരുടെ നിറഞ്ഞ മിഴികളും വിറയ്ക്കുന്ന ശരീരവും കണ്ട് അവൻ ടെൻഷനോടെ ചോദിച്ചു. വാമി പെട്ടെന്ന് അവനെ പിടിച്ചു. അവൾക്ക് തൻ്റെ ശരീരം തളരും പോലെ തോന്നി. വൈഭവ് ഇരു കൈകൾ കൊണ്ടും അവരെ പൊതിഞ്ഞു പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി. എന്താ അമ്മേ, എന്താ പറ്റിയേ? വൈഭവ് വീണ്ടും ചോദിച്ചതും വാമി ആ ഫയലിന് നേരെ വിരൽ ചൂണ്ടി. അപ്പോഴാണ് ആ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടേ. ഷിറ്റ്, വൈഭവ് പതിയെ പറഞ്ഞു. രാവിലെ ധൃതി പിടിച്ചു ആ ഫയൽ അലമാരയിൽ നിന്നെടുത്ത് അവിടെ വച്ചതാണ്. അപ്പം വന്നപ്പോൾ അത് എടുത്തു മാറ്റാൻ മറന്നു. അതാരാ എന്ന് വാമിക അവനോടായി തിരക്കിയതും. അത് ആരുമല്ല അപ്പമ്മേ, പഴയൊരു കോളേജ് ബിൽഡിംഗ് റെനോവേറ്റ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയ കുറച്ച് പഴയ ഡീറ്റെയിൽസ് ആണത്. പണ്ട് ആ കോളേജിൽ പഠിച്ചവരുടെ ഒക്കെ ഫോട്ടോസ്, അത്രയേ ഉള്ളൂ. എന്താ അമ്മേ, എന്തു പറ്റി? അവൻ ചോദിച്ചതും ഒന്നുമില്ലെന്ന് അവർ തലയാട്ടി. എന്താ ആ ഫോട്ടോ ചോദിക്കാൻ? അപ്പമ്മയ്ക്ക് അറിയോ അതിലുള്ളത് ആരാണെന്ന്? ചോദിക്കുമ്പോൾ വൈഭവിൻ്റെ കണ്ണുകൾ ആകാംക്ഷയോടെ വാമികയുടെ മുഖത്ത് ഓടി നടന്നു. വാമിക എന്തോ ഓർത്ത് എടുക്കാൻ നോക്കി. എന്നിട്ട് ഇല്ല എന്ന് തലയാട്ടി. അപ്പമ്മ ചെല്ല്, പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്, ഞാനിപ്പോൾ വരാം. അവർ ഒന്ന് ഓക്കെ ആകാൻ എന്നോണം അവൻ പറഞ്ഞതും വാമിക പതിയെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. അവർ അങ്ങ് പോയതും വൈഭവ് ആ ഫയൽ കയ്യിലെടുത്തു. അതിലെ ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയ്ക്ക് പുറകിലുള്ള ഒരു ഫോട്ടോയിൽ കൂടി ഒന്ന് കണ്ണോടിച്ചു. ആ ഫോട്ടോസുകളിലെല്ലാം ആ ചെറുപ്പക്കാരനൊപ്പം ഒന്നിച്ച് വാമികയും ഉണ്ടായിരുന്നു. പഴയ 17കാരി പെൺകുട്ടിയായി. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് അവൻ ആ ഫയൽ തൻ്റെ കബോർഡ് തുറന്ന് അതിനുള്ളിലെ ലോക്കറിൽ വെച്ചു. ഏട്ടനൊന്നും പറഞ്ഞില്ല? വൃന്ദ വലിയ ആകാംക്ഷയോടെ ചോദിച്ചതും മഹേന്ദ്രൻ അവളെ ഒന്ന് നോക്കി. 10ൽ 7 പൊരുത്തമുണ്ട് ഏട്ടാ, നന്നായി ചേരുന്ന ജാതകം എന്നാ പണിക്കർ പറഞ്ഞേ. പിന്നെ അനിയുടെ പോക്ക് ഏട്ടനറിയാമല്ലോ. ഇനിയെങ്കിലും അവൻ്റെ കല്യാണം നടത്തിയില്ലെങ്കിൽ ശരിയാവില്ല. മാധവേട്ടൻ്റെ സ്ഥാനം അവൻ ഏട്ടനാ തരുന്നേ. കാർത്തിക മോള് അവൻ്റെ ഭാര്യയായി വന്നാൽ അവൻ ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെ കാണുമല്ലോ. വൃന്ദ നല്ലതുപോലെ ബട്ടർ പുരട്ടിക്കൊണ്ട് പറഞ്ഞതും മഹേന്ദ്രൻ അത് നല്ല ഒരു കാര്യമായി തോന്നി. കാർത്തികയും അനിരുദ്ധും തമ്മിലുള്ള വിവാഹകാര്യം മഹേന്ദ്രനോട് പറഞ്ഞ് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വന്നതാണ് വൃന്ദ. എന്തൊക്കെയായാലും വൃന്ദ പറയുന്നത് ശരിയാണെന്ന് മഹിക്കും തോന്നി. ചൈത്രയേക്കാൾ നല്ലത് കാർത്തിക തന്നെയാ. പെട്ടെന്ന് ഇതങ്ങ് നടത്തിയാൽ ചൈത്രയുടെ കാര്യം പറഞ്ഞുള്ള അമ്മയുടെ പറച്ചിലും നിന്നോളും. ശരി, അച്ഛനോട് ഞാൻ സംസാരിക്കാം. അതുവരെ ഈ കാര്യം വേറെ ആരും അറിയണ്ട, കേട്ടോ? ഇല്ല, ഏട്ടൻ ഉറപ്പ് പറഞ്ഞല്ലോ. ഇനി നമ്മളായിട്ട് ഒന്നിനും പോവില്ല. ഏട്ടൻ തന്നെ മുന്നോട്ടെല്ലാം നോക്കിയാൽ മതി. മഹേന്ദ്രൻ പറഞ്ഞത് കേട്ട സന്തോഷത്തിൽ ചിരിയോടെ വൃന്ദ പറഞ്ഞു. ശിവാമി, എൻ്റെ വാച്ച്. കണ്ണാടിയിൽ നോക്കി കോട്ടിൻ്റെ ബട്ടൺ ഇട്ട് തിരിഞ്ഞുകൊണ്ടവൻ വിളിച്ചു. അപ്പോഴാണ് പെണ്ണിവിടെ ഇല്ലെന്നുള്ള കാര്യം അവൻ മറന്നത്. അവൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു. സാധാരണ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡോക്ടറെ വാച്ച്, ഡോക്ടറെ തൻ്റെ ഫോൺ ദാ ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ കിടന്ന് വിളിച്ചു പോകുന്നവളെ അവന് ഓർമ്മ വന്നു. 2 ദിവസമേ ആയുള്ളൂ പെണ്ണ് മുറിയിൽ നിന്നും പോയിട്ട്. അപ്പോഴേക്കും തനിക്ക് ഇത്രത്തോളം അവളെ മിസ് ചെയ്തോ? ഓ, നിനക്കെന്താ വൈഭവ്, നീ എന്തിനാ ഇത്ര സില്ലി ആകുന്നത്? ശിവാമിയല്ല നിന്റെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. മുൻപിലുള്ള കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞുകൊണ്ട് അരിശത്തോടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴും അവളാണ് തന്നിൽ ഇത്രയും മാറ്റം കൊണ്ടുവന്നതെന്ന് അംഗീകരിക്കാൻ വൈഫിനുള്ളിലെ ഈഗോ സമ്മതിക്കുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഫോൺ കോളിന് ശേഷം പെണ്ണിനെക്കുറിച്ച് വേറൊരു അറിവുമില്ല. അതിൻ്റെ ഒരു പിരിമുറുക്കവും ചെക്കനുണ്ട്. അവൻ ഫോണും നോക്കി താഴേക്ക് വരികയായിരുന്നു. പെട്ടെന്നാണ് കിളിക്കൊഞ്ചൽ പോലുള്ള ചിരി അവൻ്റെ കാതിൽ വീണത്.
ആ ചിരിയുടെ ഉടമയെ അറിയാവുന്നവൻ പെട്ടെന്ന് സഡൻ ബ്രേക്കിട്ട് നിന്നു. ഓ, ആ ചീവീട് ഇവിടെ ഇല്ലേലും മനുഷ്യൻ ഒരു സമാധാനം ഇല്ലല്ലോ. എങ്ങോട്ട് ഇറങ്ങിയാലും അവളുടെ ശബ്ദമാണല്ലോ കോപ്പ്. അവൻ പല്ലിറങ്ങി ഹാളിലോട്ട് എത്തിയതും പെട്ടെന്ന് മുന്നിൽ കണ്ട കാഴ്ചയിൽ പിന്നെയും നിന്നുപോയി. സോഫയിലിരിക്കുന്ന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു വലിയ വായിൽ ചിരിച്ചു സംസാരിക്കുന്ന ശിവ. വൈഫുവിന്റെ പൂച്ച കണ്ണുകൾ ഒന്ന് വിടർന്നു. മുന്നിലിരിക്കുന്ന തന്റെ ഉണ്ണക്കണ്ണിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ. മുത്തശ്ശിയോട് ചിരിച്ചുകൊണ്ട് ചുണ്ടുകൾ ഇത്തിരി കൂർപ്പിച്ച് പരിഭവം പോലെയും അങ്ങനെ എന്തൊക്കെയോ വാ തോരാതെ പറയുകയാണ് പെണ്ണ്. ശിവയ്ക്ക് അടുത്ത് അപ്പുവുമുണ്ട്. എന്നാൽ വൈഭവിന്റെ ആ പൂച്ചക്കണ്ണിൽ ഒരു പെണ്ണിനെയേ കണ്ടുള്ളൂ എന്നതായിരുന്നു സത്യം. വല്ലാത്തൊരു കൊതിയോടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവന്റെ കണ്ണുകൾ പെണ്ണിൽ ഓടി നടന്നു നിയന്ത്രിതമായി. ഛേ, എന്താ ഏട്ടാ ഇത്? സ്വന്തം ഭാര്യയെ വായി നോക്കുന്നു. ഛേ, മ്ലേച്ഛം. പെട്ടെന്ന് പിറകിൽ നിന്ന് തന്റെ തോളിൽ തട്ടി ആദി പറഞ്ഞത് കേട്ടാണ് അവൻ ഞെട്ടി നോക്കിയത്. വൈഭവ് മാത്രമല്ല, ആദി ഉച്ചത്തിൽ പറഞ്ഞത് ശിവയടക്കം അവിടെ നിന്നവർ ഒക്കെ കേട്ടിരുന്നു. ശിവയും മുത്തശ്ശിയും അപ്പവും അടക്കം അങ്ങോട്ട് നോക്കി. പെട്ടെന്ന് ശിവയുടെ നോട്ടം തന്നിലേക്ക് വീണതും വൈഭവ് ഒന്ന് പതറി. എന്താടാ ആദി പറഞ്ഞേ? മുത്തശ്ശി എടുത്തു ചോദിച്ചു. ഈ കുഞ്ഞേട്ടൻ ഇവിടെ നിന്ന് ഏട്ടത്തിയെ വായി നോക്കുമായിരുന്നു അച്ചമ്മേ. ചെക്കൻ വലിയ വായിൽ എല്ലാവരും കേൾക്കെ വിളിച്ചു കാറി. ഞെട്ടിപ്പോയ വൈഭവ് ഒന്ന് തിരിഞ്ഞു. പിറകിൽ നിൽക്കുന്ന ആദിയെ കടുപ്പിച്ചു നോക്കി. ചേട്ടന്റെ ദയിപ്പിക്കുന്ന നോട്ടം കണ്ടതും ചെക്കൻ ഒന്ന് വ്യക്തിയായി ഇളിച്ചു കാണിച്ചു അവനെ. ശിവയുടെ ചുണ്ടിലാണേൽ ഒരു പുഞ്ചിരി തട്ടി. ആദിയെ നോക്കി പേടിക്കുന്നവനെ അവൾ ഇടങ്കണ്ണാലെ നോക്കി ചിരിച്ചു. അപ്പു വാ പൊത്തി ചിരിച്ചുകൊണ്ട് ശിവയെ നോക്കി. ഉണ്ണി, കണ്ടോ, മോൾ ഇങ്ങോട്ട് ഒറ്റയ്ക്കാ വന്നേ. ഞാൻ ഇന്നലെ തൊട്ട് പറയുമല്ലേ നിന്നോട് പോയി വിളിച്ചുകൊണ്ട് വരാൻ. കേട്ടില്ലല്ലോ? വൈഫവിനെ നോക്കി ശകാരത്തോടെ മുത്തശ്ശി പറഞ്ഞു. അതിന് അങ്ങോട്ട് പരാതി പറയുന്നത് എന്തിനാ മുത്തശ്ശി? എന്നെ മിസ് ചെയ്താലല്ലേ എനിക്ക് വിളിക്കേണ്ട കാര്യമുള്ളൂ. എന്നെ വേണ്ടാത്തവരോട് മുത്തശ്ശി അതൊന്നും പറയണ്ട. വൈഭവിനെ ഒളി കണ്ണിൽ നോക്കിക്കൊണ്ട് കുഞ്ഞി ചുണ്ട് പിളർത്തി പറഞ്ഞു ശിവ. അവൾ പറഞ്ഞത് കേട്ടെങ്കിലും വലിയ മൈൻഡ് കൊടുക്കാതെ അവൻ നിന്നു. അത് കാണെ ശിവയ്ക്ക് ദേഷ്യം കൂടി. ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം മുത്തശ്ശി. മുത്തശ്ശിയോടായി വീണ്ടും പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന വൈഭവിനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ റൂമിലേക്ക് കയറിപ്പോയി ശിവ. അപ്പോൾ നോട്ടം മാത്രമേ ഉള്ളല്ലേ? കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല അല്ലേ? ശിവ പോകുന്ന കണ്ട ആദി വൈഭവിന്റെ ചെവിക്കരികെ ചെന്ന് കളിയോടെ പറഞ്ഞതും അടുത്ത നിമിഷം അവന്റെ വലം കൈ പിടിച്ച് പിറകിലേക്ക് തിരിച്ചു വൈഭവ്. കാര്യം നടക്കുന്നുണ്ടോ ഇല്ലയോന്ന് ഞാൻ പറഞ്ഞു തരണോടാ? അയ്യോ വേണ്ട, ഞാനത് ഊഹിച്ചെടുത്തോളാം. വൈഭവിന്റെ പിടിയിൽ നിന്ന് ജീവൻ പോയ ആദി അലറി. ഉണ്ണി, ആ ചെക്കൻ്റെ കൈ വിട്ടിട്ട് നീ ശിവമോളുടെ അരികിൽ ചെല്ല്. അതെന്തിനാ അവളുടെ അടുത്ത് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നേ? അവൾ ഇങ്ങോട്ട് ഒറ്റയ്ക്കല്ലേ വന്നേ? പിന്നെ എന്തിനാ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ട്? എനിക്ക് വേറെ പണിയുണ്ട്, ഗൗരവത്തിൽ പറഞ്ഞ് അവിടുന്ന് പാഞ്ഞിറങ്ങിപ്പോയി വൈഭവ്. നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നോ ആദി ഏട്ടനെ ചൊറിയാൻ? കണ്ടില്ലേ കുഞ്ഞേട്ടൻ കലിച്ചിറങ്ങിപ്പോയേ. അപ്പോൾ ആദിയുടെ അടുത്ത് ചെന്ന് ദേഷ്യപ്പെട്ടു. പിന്നെ കലിപ്പ്. നീ നോക്കിക്കോടി, ഇപ്പോൾ എന്തേലും പേര് പറഞ്ഞ് ഏട്ടൻ ഇങ്ങ് തിരിച്ചു വരും കണ്ടോ. പിന്നെ കുഞ്ഞേട്ടൻ ഇനി വരത്തൊന്നുമില്ല. ഈഗോ കണ്ടുപിടിച്ച മുതലാ അത്. അപ്പോൾ ദേ ആദ്യം നോക്കി ചുണ്ട് ചുളുക്കി പറഞ്ഞുകൊണ്ടിരുന്നതും വാതിൽ കൂടി കയറി വരുന്ന ആളെ കണ്ട് അപ്പുവിന്റെ വാ പൊളിഞ്ഞു. വെളിയിൽ നിന്ന് കയറി വന്ന വൈഭവ് ആരെയും നോക്കാതെ വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. ഡാ ആദി, നമ്മുടെ കുഞ്ഞേട്ടൻ തന്നെയാണോ ആ കയറിപ്പോയെ? അതോ എനിക്ക് തോന്നിയതാണോ? നിനക്ക് തോന്നിയതൊന്നും അല്ലടി കഴുതേ. സ്വന്തം ഭാര്യയോട് പ്രേമം തലയ്ക്ക് പിടിച്ച് സാക്ഷാൽ വൈഭവ് മഹേന്ദ്രവർമ്മ തന്നെയാ ആ പോയെ. വാ പൊളിച്ച് അന്തം വിട്ട് നിൽക്കുന്ന അപ്പുവിന്റെ തോളിൽ കൈയിട്ട് ആദി ചിരിയോടെ പറഞ്ഞു. കാലൻ, ദുഷ്ടൻ, കാട്ടുപോത്ത്. വീട് വിട്ടുപോയ എന്നെ ഒന്ന് തിരക്കിയത് പോലുമില്ല. എന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നു കാണ്ടാമൃഗം. ശിവ മുറിയിലേക്ക് ചെന്ന് കയ്യിലെ ഹാൻഡ് ബാഗ് ബെഡിലേക്ക് ഇട്ട് ദേഷ്യത്തോടെ പിറുപിറുത്തു. നേരെ ഒന്ന് ചോദിച്ചാൽ പോരെ, നീ എങ്ങനെയാടി വന്നേ? അല്ല, എന്താ 2 ദിവസം വരാതിരുന്ന് എന്നൊക്കെ? അതെങ്ങനെ? വാ തുറന്നാ മുത്ത കൊഴിഞ്ഞു പോകുമല്ലോ. കാമദേവൻ ഡോക്ടറോടെ. പറഞ്ഞിട്ടും മതി വരാതെ അവനെ തന്നെ സ്മരിച്ചു കൊണ്ടിരുന്നു പെണ്ണ്. 2 ദിവസമായിട്ട് വൈഭവ് തന്നെ ഒന്ന് തിരക്കാത്തതിൻ്റെയും വിളിക്കാൻ വരാത്തതിൻ്റെയും ദേഷ്യമായിരുന്നു അവൾക്ക്. അങ്ങനെ വൈഭവിനെ പ്രാഗിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൻ റൂമിനകത്തേക്ക് കയറി വന്നത്. അവൻ വരുന്നത് കണ്ടെങ്കിലും മൈൻഡ് ആക്കിയില്ല അവൾ. പെണ്ണിന്റെ കൂർത്തു പിടിച്ച മുഖം കണ്ടതും അവന് ചിരി വന്നു. അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. മേശപ്പുറത്തും കബോർഡും ഒക്കെ തിരയാൻ എന്തോ തുടങ്ങി. ഇയാൾ എന്തോന്നാ ഈ തപ്പുന്നേ? ശിവ മനസ്സിലോർത്തു. ചോദിക്കണോ? വേണ്ട, എന്നോട് ആദ്യം മിണ്ടട്ടെ, എന്നിട്ട് ചോദിക്കാം. രണ്ടും കൽപ്പിച്ചെന്ന പോലെ ഉറപ്പിച്ചു. ശിവ പതിയെ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് ഇട്ടിരിക്കുന്ന കുർത്തയുടെ ഷോൾ ഊരി മാറ്റി. കാതിലെ കമ്മലൊക്കെ ഊരാൻ തുടങ്ങി. പെണ്ണ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടതും വൈഭവ് ചെറുതായി ചുമച്ചു. എവിടെ? അവൾ അവന്റെ ഭാഗത്തേക്ക് നോക്കിയത് പോലുമില്ല. ശിവാമി, താൻ എൻ്റെ വാച്ച് കണ്ടോ? ഗൗരവത്തിൽ അവൻ ചോദിച്ചു. അവളുടെ അനക്കം ഒന്നും കാണാതെ അവൻ എടുത്തു ചോദിച്ചു. ഡോക്ടറുടെ കയ്യിൽ കിടക്കുന്ന ആ റോളക്സ് ഡെയ്റ്റോണയുടെ വാച്ചിന്റെ കാര്യമാണ് ചോദിച്ചതെങ്കിൽ അത് ഞാൻ കണ്ടില്ല. കണ്ണാടിയിൽ കൂടി അവനെ ഇളം കണ്ണാലെ നോക്കി കുസൃതി ചിരിയോടെ അവൾ പറഞ്ഞതും അബദ്ധം പറ്റിയ പോലെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി വൈഭവ്.
അത് പിന്നെ എനിക്ക് ഒരെണ്ണം കൂടി വേണം. അബദ്ധം പിണഞ്ഞത് അറിയിക്കാതെ ഇരിക്കാൻ വൈഭവ് ഒന്ന് വെക്കി. അതെന്തിനാ? 2 വാച്ച് കയ്യിൽ കെട്ടിയാലേ സമയം അറിയുള്ളൂ ഡോക്ടർക്ക്. അവൻ പറഞ്ഞു തീരും മുന്നേ ഉരുളയ്ക്കുപ്പേരി പോലെ പെണ്ണിന്റെ മറുപടി വന്നതും അവളെ ഒന്നിരുത്തി നോക്കി. അവളോട് എന്തോ തിരിച്ചു പറയാനായവേ പെട്ടെന്ന് അവന്റെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തു. നടാഷ കോളിംഗ് എന്ന് അതിൽ തെളിഞ്ഞു വന്ന് കണ്ടതും വൈഫുവിന്റെ നോട്ടം പോയത് തന്റെ മുന്നിൽ നിൽക്കുന്നവളിലേക്കാണ്. എന്നിട്ട് 2 അടി അവളിൽ നിന്ന് പുറകോട്ട് നിന്ന് മാറി കോളെടുത്തു. ഹലോ, ഞാൻ പാലസ് റോഡിലുണ്ട്, പെട്ടെന്ന് വരണം. മറുപുറത്തുനിന്ന് അത്രമാത്രം പറഞ്ഞ് അവൾ ഫോൺ കഴിച്ചു. ഇവയൊന്ന് നോക്കിയിട്ട് വൈഫ് മുറിയിൽ നിന്നിറങ്ങി വേഗം പോയി. പോവാണോ? അതെന്നാ പറ്റി പെട്ടെന്ന്? ഒന്ന് രസം പിടിച്ച് വരുമായിരുന്നു. എന്നാൽ എന്തിനാ പോയേ? ആരാവൻ വിളിച്ചേ? അവന്റെ പോക്ക് കണ്ട ശിവ സംശയത്തോടെ ചോദിച്ചു.